ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യത്തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യത്തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ, എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. യേശുവേ, എൻ പാദങ്ങളെ നിൻ പാദങ്ങളാക്കണമേ. യേശുവേ, എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. യേശുവേ, എൻ പാദങ്ങളെ നിൻ പാദങ്ങളാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യത്തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ, 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 എല്ലാവരും തന്നെ അന്വേഷിക്കണമെന്നും തന്നെ കണ്ടെത്തണമെന്നും ആഗ്രഹിക്കുന്നവനേ, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനേ, എല്ലാവരും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനേ, എല്ലാവരും സ്വർഗീയ വിരുന്ന് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനേ, എല്ലാവരും വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവനേ, എല്ലാവരും കരുണ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനേ, ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിന്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയേ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയേ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയേ, നീ എന്നിൽ പ്രാർത്ഥിക്കണമേ. ഈശോയേ, നീ എന്നിൽ കുരിശു വഹിക്കണമേ. ഈശോയേ, നീ എന്നിൽ ഉദ്ധിതനാകണമേ. ഈശോയേ, നീ എന്നിൽ കുർബാനയാകണമേ.
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ ഈശോയെ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വീണ്ടും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഈശോയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഈശോ പറയുകയാണ്, എൻ്റെ സ്നേഹത്തിന് പകരമായി നിൻ്റെ സ്നേഹം നീ എനിക്ക് തരണം. എൻ്റെ സാന്നിധ്യത്തിന് പകരമായി നിൻ്റെ സാന്നിധ്യം നീ എനിക്ക് തരണം. ഓരോ ദിവ്യകാരുണ്യ ആരാധനയിലും ഈശോയുടെ സ്നേഹത്തിന് പകരമായി നമ്മൾ നമ്മുടെ സ്നേഹം കൊടുക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യത്തിന് പകരമായി നമ്മുടെ സാന്നിധ്യം നമ്മൾ സമർപ്പിക്കുകയാണ്. അങ്ങനെ ഈശോയ്ക്ക് നമ്മുടെ സ്നേഹം കൊടുത്ത്, സാന്നിധ്യം കൊടുത്ത്, ഈശോയുടെ തിരുനാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ തൻ്റെ തിരുമുഖം നമ്മുടെ ആത്മാവിൽ പതിപ്പിച്ച് തരും. നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക ഛായയും സാദൃശ്യവും തിരികെ ലഭിക്കും. നമ്മൾ പിതാവിൻ്റെ ഹൃദയത്തിനൊത്ത മക്കളായിത്തീരും. ആ ഒരു പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പദ്ധതികൾ ഈശോയുടെ പദ്ധതികളായിട്ട് മാറണം. നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ ആഗ്രഹങ്ങളായിട്ട് മാറണം. ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെല്ലാവരോടും കരുണ കാണിക്കണം എന്ന ഒരാഗ്രഹം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത് കണ്ടതാണ്. എപ്രകാരമാണ് ഈശോ തൻ്റെ വാക്കുകളിലൂടെ അത് പഠിപ്പിച്ചത്, തൻ്റെ പ്രവൃത്തികളിലൂടെ ഈശോ പഠിപ്പിച്ചത്. കരുണ കാണിക്കുന്നവരാകുക. പ്രിയപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരോട് ഈശോ കരുണ കാണിക്കുകയും ഈശോയുടെ കരുണയുടെ വാഹകരായി തൻ്റെ ശിഷ്യരെ അയക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാനവും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും. നമ്മളിങ്ങനെയാണ് അത് വായിക്കുന്നത്. 9-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ആ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് ജനത്തോട് അനുകമ്പ തോന്നുകയാണ്. ഈശോയ്ക്ക് ജനത്തോട് അനുകമ്പ തോന്നിയതിന് ശേഷം ഈശോ എന്താണ് ചെയ്യുന്നതെന്നാണ് തുടർന്ന് വായിക്കുന്നത്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈശോയ്ക്ക് അനുകമ്പ തോന്നി. ആ അനുകമ്പ തോന്നിയത് ഈശോയ്ക്ക് എന്തോ പ്രവർത്തിക്കണമെന്നുണ്ട്. പ്രവർത്തിക്കേണ്ടത് എന്താണ്? ഇവർക്ക് വേണ്ടി ഇടയന്മാരെ നൽകണം. അതിന് ശിഷ്യന്മാരെന്ത് ചെയ്യണം? അവർ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോയുടെ അനുകമ്പ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ഈശോയുടെ ചുറ്റും നടക്കുന്നവർക്കുണ്ട്. ഈശോയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്, ഈശോയുടെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ശിഷ്യന്മാരാണ്. ഇനി പ്രവർത്തിക്കേണ്ടതും ശിഷ്യന്മാരാണ്. അതാണ് നമ്മൾ 10-ാം അധ്യായത്തിൽ 1 മുതൽ കാണുന്നത്. അവൻ തൻ്റെ 12 പേരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, ആ കണക്ഷൻ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ജനത്തോട് അനുകമ്പ തോന്നി. അതിൻ്റെ റിസൾട്ടായിട്ട് ഈശോ എന്താ ചെയ്യുന്നത്?
ശിഷ്യന്മാർക്ക് അധികാരം നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അനുകമ്പയും വഹിച്ചുകൊണ്ട് ജനങ്ങളുടെ അടുക്കലേക്ക് പോവുക. 7 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ഈശോ എന്ത് പ്രസംഗിച്ചാണ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത്. അപ്പോൾ ശിഷ്യന്മാരും പ്രസംഗിക്കേണ്ടത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ശിഷ്യന്മാരുടെ പരസ്യ ജീവിതം. അല്ലെങ്കിൽ ഈശോയുടെ കരുണയുടെ തുടർച്ചയാണ്, ഈശോയുടെ കരുണയുടെ വാഹകരായിട്ടാണ് ശിഷ്യന്മാർ പോകേണ്ടത്. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. അതായത് ഇതുവരെ ഈശോ എന്തൊക്കെയാണോ ചെയ്തു വന്നിരുന്നത്, ഈശോ രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, പിശാചുക്കളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, ഈശോ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം ഇനി ശിഷ്യന്മാർ തുടരുകയാണ്, തുടർച്ചയാണ്. ഒരു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ പകർച്ചയാണ്. ഗുരു തന്നെയാണ് ശിഷ്യൻ, അല്ലെങ്കിൽ ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളെന്ന് പറയുന്നത് ഗുരുവിൻ്റെ നിലപാടുകളാണ്. അപ്പോൾ ഈശോയ്ക്ക് കരുണ തോന്നി, ഇനി ആ കരുണയും വഹിച്ചുകൊണ്ട് നടക്കുകയാണ് ശിഷ്യന്മാർ. പറഞ്ഞു വരുന്നത് ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയ ജനം എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനം, അവഗണിക്കപ്പെട്ട ജനം. അവരോട് കരുണയുടെ മുഖം പ്രദർശിപ്പിക്കാൻ വേണ്ടി, ഈശോയുടെ കരുണയുടെ മുഖം പ്രദർശിപ്പിക്കാൻ ശിഷ്യന്മാരെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈശോയിൽ വസിക്കുന്നവരാണ് എന്നാണ്. ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്നവർ ഈശോ നടന്ന ആ കരുണയുടെ വഴിയിലൂടെ തന്നെ നടക്കണം. ഈശോ കരുണയാണെങ്കിൽ ഞാനും കരുണയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ ലേവിയെ വിളിക്കുന്ന വചനഭാഗമാണ്, മത്തായിയെ വിളിക്കുന്ന വചനഭാഗമാണ്. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരിസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഒരു പ്രൈമറി കൺസേൺ ഈശോ വെളിപ്പെടുത്തുകയാണ്. അവഗണിക്കപ്പെട്ടവർ, രോഗികൾ, പാപികൾ. ഞാൻ വന്നത് അപ്രകാരം വഴിതെറ്റിപ്പോയതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, മുറിവേറ്റതിനെ വെച്ചു കെട്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഖ്യവൂസിൻ്റെ ആ ദൈവവിളിയുമായി ബന്ധപ്പെട്ട്, സഖ്യവൂസിൻ്റെ ആ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു ചിന്തയാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സഖ്യവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, എൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഈശോ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവഗണിക്കപ്പെടുന്നവരോട് കരുണ കാണിക്കുന്ന ഈശോയുടെ തിരുമുഖം, പാപികളെ അന്വേഷിച്ച് ചെല്ലുന്ന ഈശോയുടെ തിരുമുഖം ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. കുഞ്ഞ്, നീ ഇന്ന് അവഗണനയുടെ ഭാരം പേറുന്ന ഒരു ദൈവ പൈതലാണോ? ഈശോ നിന്നെ അന്വേഷിച്ചാണ് വരുന്നത്.
ഈശോയുടെ ഹൃദയ വിശാലത അത് നിൻ്റെ ഹൃദയ വിശാലതയായി മാറട്ടെ. ഒന്നിൻ്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താത്തവനായിരുന്നു ഈശോ. എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ പാപികളെ അന്വേഷിച്ച് വന്നവനാണെന്ന്. ഈശോ തൻ്റെ കൂടെ സ്ത്രീകളെ അനുവദിച്ചു. നമുക്കറിയാം, ഈശോയുടെ കാലഘട്ടത്തിൽ സ്ത്രീകളോട് റബ്ബിമാർ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അവരെ കൂട്ടത്തിൽ ഡിസൈപ്പിൾസായിട്ട് ചേർത്ത് നിർത്താറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വായിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്, ഈശോയുടെ കൂടെ ഒരു പറ്റം സ്ത്രീകൾ അവനെ സഹായിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. സമരിയാക്കാരി സ്ത്രീയോട് ഈശോ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയോട് ഈശോ സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നു. അതായത് റബ്ബിമാർ അതൊരു ശീലമായിരുന്നില്ല. പക്ഷേ ഈശോ അങ്ങനെ ആയിരുന്നില്ല. ഈശോ സ്ത്രീകളെയും കുട്ടികളെയും അവഗണിക്കപ്പെട്ടവരെയും പാപികളെയും ചുങ്കക്കാരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കരുണ അവനുണ്ടായിരുന്നു. ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയുടെ കരുണ നമുക്കും ഉണ്ടാകണമെന്നാണ്. അങ്ങനെ ഈശോ കരുണ കാണിച്ചതുപോലെ നമ്മളും കരുണ കാണിക്കുന്നവരാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയാകുന്നത്, യഥാർത്ഥത്തിൽ നമുക്ക് ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ കഴിയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവീക ഛായയും സാദൃശ്യവും വീണ്ടെടുക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ഈശോ തൻ്റെ തിരുമുഖം പതിപ്പിച്ചു തരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. അവിടുന്ന് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുക. പുലരിതോറും അവിടുത്തെ സ്നേഹം പുതിയതാണ്. നമ്മുടെ കാലുകൾ കല്ലിൽ തട്ടാതെ കാക്കാൻ അവൻ ദൈവദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മെ അവിടുന്ന് വഴി നടത്തും. ഈ ഒരു ബോധ്യത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങളുടെ മേൽ, പതിനായിരങ്ങളുടെ മേൽ, ജനലക്ഷങ്ങളുടെ മേൽ കൃപ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശലോം TV-യിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവിത പങ്കാളിയെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സ്നേഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ നന്മ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രോഗികളിലേക്ക്, അസ്വസ്ഥതകളിൽ കഴിയുന്നവരിലേക്ക് ഇപ്പോൾ കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങാണ്. കിടന്നുകൊണ്ട് ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകും, തളർന്ന് കിടക്കുന്നവരുണ്ടാകും, വീൽ ചെയറിലായിരിക്കുന്നവരുണ്ടാകും, സ്ട്രോക്ക് വന്നിരിക്കുന്നവരുണ്ടാകാം, സ്തുതിക്കുന്ന ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും, ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, ആശുപത്രി കിടക്കകളിലായിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. കർത്താവിൻ്റെ കൃപ നീ ആയിരിക്കുന്ന ഇടത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കരമടിച്ച പാട്ട്. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുകില്ലല്ലോ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ കർത്താവേ, ഹല്ലേലൂയ. എന്നോട് കരുണ കാണിക്കുന്നവനേ, ഹല്ലേലൂയ. എൻ്റെ പാപങ്ങൾ ആഴിയുടെ അഗാധങ്ങൾ
പാപങ്ങളിലേക്ക് തൂത്തെറിയുന്നവനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അയോഗ്യതകൾ പരിഗണിക്കാതെ എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്നവനേ. എൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്നവനേ. ഹല്ലേലൂയ, ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ ജീവന്റെ ഉറവിടമേ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമേ, എൻ്റെ കാലുകൾ കല്ലിൽ തട്ടാതെ കാക്കുന്നവനേ. കരമടിച്ചോ. ജീവന്റെ ഉറവിടം ദൈവം, എൻ്റെ ജീവന്റെ ലക്ഷ്യവും ദൈവം. ജീവന്റെ ഉറവിടം ദൈവം, എൻ്റെ ജീവന്റെ ലക്ഷ്യവും ദൈവം. കാലുകല്ലിൽ തട്ടിടാതെ കാത്തിടുന്നവൻ, കാവലായി ദൂതരെ അയച്ചിടുന്നവൻ. 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 കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷകനേ, എൻ്റെ വിമോചകനേ. ഹല്ലേലൂയ, എൻ്റെ പ്രാണനെ കാക്കുന്നവനേ. ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. ദിവ്യകാരുണ്യേശു നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു സമയമാണ്. നമ്മുടെ മനോഭാവങ്ങൾ എവിടുന്ന് തൻ്റെ മനോഭാവങ്ങൾക്കനുസൃതമായി രൂപപ്പെടുത്തുന്നു. തൻ്റെ കരുണയുടെ വാഹകരായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. പാപികളെ തേടി വന്നവൻ നമ്മെ പാപികളെ തേടി നടക്കുന്നവരാക്കി മാറ്റുന്നു. അവിടുന്ന് നമ്മെ തൻ്റെ കരുണയുടെ വാഹകരാക്കി അയക്കുകയാണ്. ഈശോ കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ മുഖമുണ്ടാകും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം.
ഈശോയേ